ട്രിവാൻഡ്രത്ത് തിരുമലയ്ക്ക് സമീപം തച്ചോട്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഒരു ബസ് റൂട്ടിൽ നിന്ന് ഒരു 100 മീറ്റർ മാറി വരുന്ന നമുക്ക് ഈ ഒരു ലൊക്കേഷനിലെത്താം. അപ്പോൾ ഈ ഒരു വീടിൻ്റെ വിശേഷമാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണുക. ഇതിൻ്റെ പ്രൈസും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് നോക്കുക. നമുക്കൊരു 5,500 സെൻറ്റാണ് വരുന്നത്. 2,300 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീടാണ്. 4 BHK ആണ് ഈ വീട് വരുന്നത്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. വീടിൻ്റെ എക്സ്റ്റീരിയറിൽ നമുക്ക് ലുക്ക് വരുമ്പോഴത്തേക്ക് ഈ ഒരു ലുക്കാണ് വരുന്നത്. ഫ്രണ്ടിലായിട്ട് തന്നെ മൊത്തം നമുക്ക് സ്പോട്ട് ലൈറ്റ് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ വീടിൻ്റെ സമീപമായിട്ടൊക്കെ ബാക്കി എല്ലാ വീടുകളിലും നമുക്കിപ്പം താമസമുള്ളതാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. ബാക്കി എല്ലായിടത്തും തന്നെ നമുക്ക് ഓൾറെഡി നമുക്ക് വീട് സെയിലായിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ വീടും കൂടെയാണ് നമുക്ക് ഈ ഏരിയയിൽ വരുന്നത്. ഇത് ലാസ്റ്റ് പണി കഴിപ്പിച്ചതാണ്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ തന്നെ ഒരു 20 അടി ലെങ്ത്തുള്ള ഒരു സ്ലൈഡിങ് ഗേറ്റാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗേറ്റ് തുറന്ന് നമുക്ക് അകത്തോട്ട് പ്രവേശിക്കാം. അപ്പോൾ നമ്മൾ അകത്തോട്ട് പ്രവേശിക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ ഫ്രണ്ടിലായിട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ട് നമുക്കിപ്പോൾ കടപ്പക്കല്ലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് കാർ പൗച്ചുകളോട് കൂടി നമുക്കൊരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്. നമുക്ക് മൊത്തത്തിൽ ഒരു 3 കാർ വരെ പാർക്ക് ചെയ്യാനുള്ളൊരു നല്ലൊരു സ്പേസ് നമുക്കിവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ സൈഡിലായിട്ട് നമുക്ക് അവിടെ ഒരു കിണർ പൈപ്പ് കണക്ഷനും വരുന്നുണ്ട്. വാട്ടർ സോഴ്സ് നമുക്ക് അതുകൊണ്ട് നമുക്കിവിടെ പൈപ്പും കിണർ കണക്ഷനും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു സൈഡിൽ നിന്നുള്ളൊരു വ്യൂ വരുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലോട്ട് കിടക്കാം. നമുക്ക് 12x6 ഡയമെൻഷനിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് വരുന്നത്. മുകളിലായിട്ട് സ്പോട്ട് ലൈറ്റൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഫാൻസി ലൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് നമുക്കിവിടെ തേക്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു വുഡൻ പാനലാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഈ ഒരു ഭാഗത്താണ് നമുക്ക് മെയിൻ എൻട്രൻസ് ഡോർ വരുന്നത്. ഇത് പ്ലാവിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. സൈഡിലത്തെ പാനൽ നമുക്ക് തേക്കിൽ നമുക്ക് ഈ വരുന്ന ഫ്രണ്ട് ഡോറ് പ്ലാവിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ഡിസൈൻ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഡോർ വരുന്നത്. ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് പ്രവേശിക്കാം. നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോൾ ഒരു വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസാണ് നമ്മൾ കയറി വരുമ്പോഴത്തേക്ക് കിട്ടുന്നത്. നമുക്കൊരു വിശാലമായിട്ടുള്ളൊരു ലിവിങ് സ്പേസാണ്. നമുക്കപ്പോൾ ഈ ഒരു ലിവിങ് ഏരിയ വരുന്നത് നമുക്ക് 20x15 ഡയമെൻഷനാണ്. നല്ല അത്യാവശ്യം വലിയ ഒരു സ്പേസുള്ള ഒരു വീടാണ്. നമുക്ക് അകത്ത് കയറുമ്പോഴത്തേക്ക് നല്ലൊരു വിശാലതയുണ്ട്. അടുത്ത് ഈ ഒരു ഭാഗത്ത് ചുമരിൽ നമുക്ക് യൂസ് ചെയ്തിരിക്കുന്നത് ലിക്വിഡ് വാൾപേപ്പറാണ്. നല്ലൊരു അട്രാക്ഷനുണ്ട്. നമുക്ക് ഈ വീടിൻ്റെ ബെഡ്റൂമിൽ പല സ്പേസിൽ നമുക്ക് ഇതുപോലത്തെ നമുക്ക് ലിക്വിഡ് വാൾപേപ്പർ യൂസ് ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു അട്രാക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്കൊരു വലിയൊരു TV യൂണിറ്റ് ഉണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല വലിയൊരു TV യൂണിറ്റാണ്. കണ്ടോ, നല്ല വലിയൊരു TV ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇത് വെച്ചിട്ടുണ്ട്. നമുക്ക് മൾട്ടിവുഡിലാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു TV യൂണിറ്റാണ്. അതിൽ തന്നെ ഇഷ്ടംപോലെ കബോർഡ്സും താഴെയായിട്ടൊക്കെ നമുക്ക് പവർ യൂണിറ്റ് നമുക്കിവിടെ അടിയിൽ നമുക്ക് പവർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിൽ നമുക്ക് സീലിംഗ് വർക്ക് വരുന്നത് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്, സ്പോട്ട് ലൈറ്റിംഗ് ഒക്കെയാണ് നമുക്ക് സീലിംഗ് വർക്കായിട്ട് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ വെർട്ടിഫൈഡ് ടൈലാണ് നമുക്കിവിടെ മൊത്തത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. കണ്ടോ, ലിവിങ് ഏരിയ വന്നിട്ട് നമുക്ക് നല്ലൊരു വൈഡ് സ്പേസ് ഉണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് കിടക്കാം. നമുക്ക് ഈ ഒരു ഭാഗത്താണ് ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ വരുന്ന ഈ ഡൈനിങ് ഏരിയ 15x12 ഡയമെൻഷനാണ് വരുന്നത്. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ്, സ്പോട്ട് ലൈറ്റിംഗ് ആണ് സീലിംഗ് വരുന്നത്. കൂടാതെ ഇതാണ് ഈ ഒരു സ്പേസ് വരുന്നത്. പിന്നെ അവിടെയായിട്ട് നമുക്കൊരു വാഷ് ബേസിങ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു മിറർ വർക്കും ലൈറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെയായിട്ട് ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് കുറച്ച് സ്പേസ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. സ്ലാഡിംഗ് ടൈലാണ് നമുക്കിവിടെ സൈഡിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമുക്ക് ഈ ഒരു ഡൈനിങ് ഏരിയ വരുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ ഈ സൈഡിൽ നോക്കുമ്പോൾ ഇവിടെ ആയിട്ട് ഓപ്പൺ കിച്ചൺ വരുന്നുണ്ട്. നമുക്ക് അവിടെ ലിവിങ് ഏരിയ ഫ്രണ്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ നിൽക്കുന്ന സ്പേസാണ് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചണിലോട്ട് കിടക്കാം. നമുക്ക് ഇതാണ് വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. അപ്പോൾ നമുക്ക് 14x10 ഡയമെൻഷനിലുള്ള ഒരു ഓപ്പൺ കിച്ചണാണ് നമുക്കിവിടെ വരുന്നത്. ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് തീമിലാണ് നമുക്കിവിടുത്തെ കബോർഡ്സ് എല്ലാം ചെയ്തിട്ടുള്ളത്. മൾട്ടിവുഡിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമുക്ക് മുകളിൽ ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസിൽ ചെയ്തിട്ടുണ്ട്.
ഇവിടെ ആയിട്ട് നമുക്കൊരു വാഷ് ബേസിൻ കൗണ്ടർ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ചെറിയ സ്പേസ് നമുക്ക് പുറത്തുനിന്നെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ചെറിയൊരു സ്പേസ് ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഇവിടെ കയറ്റിയിട്ട് അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പവർ യൂണിറ്റൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് പവർ യൂണിറ്റൊക്കെ വരുന്നുണ്ട്. നമുക്കിപ്പോൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ടെയിലും കുറച്ച് ഗ്രിപ്പുള്ളതാണ്. നമുക്ക് ചറക്കത്തൊന്നുമില്ല, നല്ല ഗ്രിപ്പുള്ള ടൈപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതാണ് പുറത്തോട്ടുള്ള നമുക്ക് ഡൈനിങ് ഏരിയയിലോട്ടുള്ള ഒരു വ്യൂ കിച്ചണിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ലിവിങ് ഏരിയയും നമുക്ക് ഡൈനിങ് ഏരിയയും കിച്ചനും വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം നമുക്ക് ഒരു ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ അത് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. നമുക്ക് ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു നമുക്ക് ഷെൽഫ് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി വെക്കാൻ വേണ്ടിയൊക്കെയുള്ള ഒരു ഷെൽഫ് വെച്ചിട്ടുണ്ട്. DB യൂണിറ്റ് അതിൻ്റെ സൈഡിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് പറക്കാം. നമുക്ക് ഇവിടെയാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം വരുന്നത് 14x12 ഡയമെൻഷനിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. സൈഡിൽ നമുക്ക് നേരത്തെ പറഞ്ഞുകൊണ്ട് ലിക്വിഡ് വാൾപേപ്പർ നമുക്ക് ഇവിടെ ഒരു ഒട്ടിച്ചിട്ടുണ്ട്. സ്റ്റിക്കർ ടൈപ്പാണ്, അത് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ മുകളിൽ സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റിങ്, സ്പോട്ട് ലൈറ്റൊക്കെ യൂസ് ചെയ്തിട്ട് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. 2 വിൻഡോ നമുക്ക് 2 ഭാഗത്തായിട്ട് ഇവിടെ വരും. ഇതാണ് ഇവിടുത്തെ വാൾഡ്രോബ്സ് വരുന്നത്. മൾട്ടിവുഡിൽ തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള വാൾഡ്രോബ്സ് ആണ്. നടുക്കായിട്ടൊരു മിറർ കൊടുത്തിട്ടുണ്ട്. നല്ല സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ബെഡ്റൂമിൻ്റെ കാഴ്ച. മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു വ്യൂ ആണ്. അത്ര നല്ല സ്പേസ് ഉണ്ട്. ഇതാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബാത്റൂം നോക്കാം. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നമുക്ക് സറയുടെ പ്രോഡക്റ്റാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ടെയിൽ നമുക്ക് അത്യാവശ്യം ഗ്രിപ്പുള്ള ടൈപ്പാണ് ടെയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് മിറർ, വാഷ് ബേസിൻ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷം വരുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. അപ്പോൾ പോകാനായിട്ട് നമുക്ക് ഈ ഒരു സൈഡിൽ നിന്നാണ് നമുക്ക് മുകളിലോട്ട് എൻട്രൻസ് വരുന്നത്. നമ്മുടെ ഡൈനിങ് ഏരിയയുടെ സൈഡിൽ കൂടെയുള്ള ആണ് നമുക്ക് സ്റ്റെയർ മുകളിലോട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് മുകളിൽ ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷം കൂടെ കാണാം. അപ്പോൾ നമ്മൾ മുകളിലോട്ട് കയറുമ്പോഴത്തേക്ക് നമുക്ക് വരുന്ന ഈ ഹാൻഡിൽസ് ഫുള്ള് വുഡിലും ആണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. മുകളിലോട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ സ്പോട്ട് ലൈറ്റ് യൂസ് ചെയ്തിട്ട് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ നമുക്ക് കയറി പോകുന്നതിൻ്റെ സൈഡിലായിട്ട് ഇവിടെ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഹാൻഡിൽസ് നമുക്കിവിടെ വുഡിലാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഹാൻഡിൽസാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മുകളിൽ നമ്മൾ ചെന്നെത്തുമ്പോഴത്തേക്ക് നമുക്ക് 20x12 ഡയമെൻഷനിലുള്ള ഒരു വിശാലമായ ഒരു ലിവിങ് ഏരിയയിൽ നമ്മൾ വന്ന് പ്രവേശിക്കുന്നു. കണ്ടു, ഇത്രയും ലെങ്ത്തിനുള്ള ഒരു വ്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 20x12 ഡയമെൻഷൻ, നല്ല ലെങ്ത്തിൽ ഉള്ള ഒരു നല്ല സ്പേസ് ഉണ്ട്. നമ്മൾ കയറി വന്നത് സ്റ്റെയർ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെയാണ് കയറി വന്നത്. നമുക്ക് വുഡിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഹാൻഡിൽസിലൂടെ ആണ് നമ്മൾ മുകളിൽ കയറി ഈ ഒരു ഭാഗത്ത് വന്നത്. ഇവിടെ നമുക്ക് സീലിംഗ് വർക്കിൽ സ്പോട്ട് ലൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അങ്ങ് അറ്റത്തായിട്ട് അവിടെ ലിക്വിഡ് വാൾപേപ്പറിൽ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്ത് ഒരു ബെഡ്റൂം, ഇവിടെ ഒന്ന്, പിന്നെ ഇപ്പുറത്ത് ഈ ഒരു ഭാഗത്ത്, അങ്ങനെയാണ് നമുക്ക് 3 ബെഡ്റൂം വരുന്നത്. താഴെ ഒരു ബെഡ്റൂമും മുകളിലായിട്ട് 3 ബെഡ്റൂമാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ നമുക്കതിൽ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് നോക്കാം. നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ച കാണാം. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. 12x12 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ വരുന്നത്. മുകളിലായിട്ട് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് നമുക്ക് സീലിംഗ് വർക്ക് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇവിടെ വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു വാൾഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്, മിററും അതിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ആണ് നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഈ ഒരു ഡിസൈനാണ് നമുക്കിവിടെ വരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സറയുടെ പ്രോഡക്റ്റാണ്. പിന്നെ ഇവിടെ ഒരു ലൈറ്റിങ്ങും മിററും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ അകത്തെ ശേഷം വരുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം. നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്താണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. അപ്പം രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് നമുക്ക് 14x12 ഡയമെൻഷനിലാണ് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. അതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെ ഒരു ലിക്വിഡ് വാൾപേപ്പർ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല കുറച്ചും കൂടെ ഭംഗിയുണ്ട്. ഗ്രീൻ കളറിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഭംഗി അതിന് കിട്ടുന്നുണ്ട്. വൈറ്റും കൂടെ വരുമ്പോൾ
പിന്നെ ഇവിടെ നമുക്ക് നേരത്തെ കണ്ട പോലെ വാൾ റൂംസ് കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു വാൾ റൂംസ് ആണ്. ഇവിടെ ആയിട്ടൊരു മിറർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോറാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ ലോക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത്. ബ്രാൻഡഡ് ഫിറ്റിങ്സ് ഒക്കെ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് നമുക്കൊരു ലൈറ്റും മിററും എല്ലാ സംഭവം വരുന്നത് നമ്മൾ നേരത്തെ കണ്ട സെയിം അതേപോലത്തെ ടൈപ്പ് തന്നെയാണ്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ഇനി ലാസ്റ്റത്തെ ബെഡ്റൂം കൂടെ കാണാം. നമുക്ക് ഈ ഒരു ഭാഗത്താണ് ലാസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇതും 14x12 ഡൈമെൻഷനിലുള്ള ബെഡ്റൂമാണ്. മുകളിലായിട്ട് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് സ്പേസ് വരുന്നത്. ഇവിടെ 2 വിൻഡോയും കൊടുത്തിട്ടുണ്ട്. ഇതാണ് വാൾ റൂംസ് വരുന്നത്. മൾട്ടിവുഡിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വാൾ റൂംസ് ആണ് നമുക്കിവിടെ വരുന്നത്. ഇവിടുത്തെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ നമുക്ക് ഇവിടുത്തെ കൂടെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. ഇത് നമുക്ക് ഈ ഒരു അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് നമുക്കിവിടെ എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. സാറയുടെ പ്രോഡക്റ്റ് തന്നെയാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വരുന്ന 3 ബെഡ്റൂം വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണി കൂടെ നോക്കാം. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാൽക്കണി വരുന്നത്. 10x8 ഡയമെൻഷനിലുള്ള ഒരു ബാൽക്കണിയാണ്. നമുക്ക് സൈഡിൽ ഫുള്ള്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വരുന്ന സീലിംഗ് വർക്ക് നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഗ്ലാഡിങ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ബാൽക്കണി ഏരിയ വരുന്നത്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ വിശേഷം വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് നോക്കാം. നമുക്ക് ഈ ഒരു വീടിന് വരുന്ന ആസ്കിംഗ് പ്രൈസ് 95 ലക്ഷമാണ്. അത് നെഗോഷ്യബിളാണ്. നമുക്ക് ഈ ഒരു റേറ്റ് നെഗോഷ്യബിൾ ആയതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ വീട് വന്ന് കാണാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള നിങ്ങളുടെ ബഡ്ജറ്റിലുള്ള വേറെ വീടുകൾ നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ലോണാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് ലോൺ നിങ്ങളുടെ സിബിൽ സ്കോറും നിങ്ങളുടെ ജോലിയുടെ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ നോക്കിയിട്ട് അത് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും വീട് വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് കടന്നു വരാം. എല്ലാവർക്കും നന്ദി.